റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ ക്യാരി ചെയ്യുമ്പോൾ ക്ലൈസ്ട്രോൺ പവർ സപ്ലൈ പറയുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെയാണോ വെച്ചിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്ത് തുടങ്ങാൻ. ആദ്യമേ തന്നെ മോഡ് സ്വിച്ച് AM-ലോട്ട് ഇടാം. അതിനുശേഷം ബീം വോൾട്ടേജ് നോബ് ഫുള്ളി ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വയ്ക്കുക. റിഫ്ലക്റ്റർ വോൾട്ടേജ് നോബ് ഫുള്ളി ക്ലോക്ക് വൈസ് ആയിട്ട് വയ്ക്കുക. AM ആംപ്ലിറ്റ്യൂഡ് നോബ് മിഡ് പൊസിഷനിൽ വയ്ക്കുക. AM ഫ്രീക്വൻസി നോബും മിഡ് പൊസിഷനിൽ വയ്ക്കാം. ഇനി പവർ സപ്ലൈ ഓൺ ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ HT സ്വിച്ചും കൂളിംഗ് ഫാനും ഓൺ ചെയ്യണം. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മീറ്റർ സെലക്ട് കറണ്ടിലോട്ട് ഇടാം. അപ്പോൾ നമുക്കവിടെ കറണ്ട് കാണാൻ പറ്റും. ഒരു 16-17 ഒക്കെ ആകുമ്പോഴേക്കായിരിക്കും നമുക്ക് നല്ലൊരു സ്ക്വയർ വേവ് കാണാൻ പറ്റാം. ഇനി കറണ്ടിൽ നിന്ന് റിപ്പല്ലർ വോൾട്ടേജിലോട്ട് നോബ് തിരിക്കുക. മീറ്റർ സെലക്ട് റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ നമുക്ക് റിപ്പല്ലർ വോൾട്ടേജ് കാണാൻ പറ്റും. അതിനുശേഷം അവിടുത്തെ റിപ്പല്ലർ വോൾട്ടേജ് എഴുതി വയ്ക്കണം. ഈ റിപ്പല്ലർ വോൾട്ടേജിൽ നമ്മൾ വോൾട്ടേജ് 0 ആയിട്ട് വേണം അസ്യൂം ചെയ്യാൻ. ഈവൻ ദോ അവിടെ ഒരു സ്ക്വയർ വേവ് ഉണ്ടെങ്കിൽ പോലും നമ്മളത് 0 ആയിട്ട് എടുക്കും. ഇനി നമ്മൾ റിപ്പല്ലർ വോൾട്ടേജ് കുറച്ചതിന് ശേഷം നമ്മൾ ട്യൂൺ ചെയ്യും. ഫ്രീക്വൻസി മീറ്റർ ട്യൂൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിപ്പ് വരും. ആ ഡിപ്പ് വന്ന സ്ഥലത്ത് ഫ്രീക്വൻസി മെഷർ ചെയ്യണം. ഫ്രീക്വൻസി എങ്ങനെ മെഷർ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീക്വൻസി ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്ന ഈ 2 ലൈനിൻ്റെ ഇടയിൽ കൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഫിഗറിലാണെങ്കിൽ 10.15 ശേഷം ഒരു ഡിവിഷൻ കഴിഞ്ഞപ്പോഴാണ് ഈ റെഡ് ലൈൻ, ഈ വെർട്ടിക്കൽ ലൈൻ പാസ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി എങ്ങനെ മെഷർ ചെയ്യുന്നത് വെച്ചാൽ ഈ 10.15 പ്ലസ് ഒരു ഡിവിഷനല്ല കഴിഞ്ഞിരിക്കുന്നത്, പ്ലസ് 1 ഇൻറ്റു ഇതിലത്തെ ഓരോ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.005 ആണ്. അപ്പോൾ 10.15 പ്ലസ് 1 ഇൻറ്റു 0.005 അത്രയായിരിക്കും അവിടുത്തെ ഫ്രീക്വൻസി. അതിനുശേഷം ഡീട്യൂൺ ചെയ്യണം. എന്നിട്ട് വീണ്ടും നമ്മൾ റിപ്പല്ലർ വോൾട്ടേജ് കുറയ്ക്കുമ്പോൾ അവിടുത്തെ സ്ക്വയർ വേവ് കുറഞ്ഞു വരുന്നത് കാണാം, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഫ്രീക്വൻസി മീറ്റർ ട്യൂൺ ചെയ്തിട്ട് അവിടുത്തെ ഫ്രീക്വൻസി മെഷർ ചെയ്യാം. അങ്ങനെ റിപ്പല്ലർ വോൾട്ടേജ് കുറച്ച് അവസാനം അവിടെ സ്ക്വയർ വേവ് 0 ആയി മാറും. അവിടെ സ്ക്വയർ വേവ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് മോഡ് 1 കംപ്ലീറ്റ് ആവാം. എന്നിട്ട് ഇനിയും നമ്മൾ കുറച്ച് പോകുമ്പോൾ നമുക്ക് പുതിയൊരു സ്ക്വയർ വേവ് വരണ കാണാം. അപ്പോൾ അടുത്ത മോഡ് 2 തുടങ്ങി. അതുപോലെ തന്നെ ഓരോ തവണയും റിപ്പല്ലർ വോൾട്ടേജ് കുറയ്ക്കുക, വോൾട്ടേജ് നമ്മൾ നോക്കാം. ഈ വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യണത് കേഴ്സർ വെച്ചിട്ട് വേണം മെഷർ ചെയ്യാൻ. കേഴ്സർ വെച്ച് മെഷർ ചെയ്തിട്ട് അത് ട്യൂൺ ചെയ്യുക, അവിടുത്തെ ഫ്രീക്വൻസി മെഷർ ചെയ്യുക. അങ്ങനെ അത് കുറച്ച് റിപ്പല്ലർ വോൾട്ടേജ് കുറച്ച് വരുമ്പോൾ നമ്മുടെ വോൾട്ടേജ് ആദ്യം കുറച്ച് കൂടും, പിന്നെ കുറയും. അങ്ങനെ അത് 0 ആയി മാറും. എന്നിട്ട് അവിടുത്തെ മോഡ് തീരും. വീണ്ടും ഒന്നും കൂടിയും റിപ്പല്ലർ വോൾട്ടേജ് കുറയ്ക്കുമ്പോൾ വീണ്ടും പുതിയൊരു സ്ക്വയർ വേവ് വരും. എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും വോൾട്ടേജ്, അതായത് വോൾട്ടേജ് കേഴ്സർ വെച്ചിട്ട് മെഷർ ചെയ്യുക, അതിൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യുക. അങ്ങനെ അത് 0-ലാവും. അങ്ങനെ നമ്മളൊരു 3 മോഡ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, വാല്യൂസ് എടുക്കണം. നമുക്ക് കിട്ടാൻ പോകുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇത് മോഡ് 1, ഇത് മോഡ് 2, ഇത് മോഡ് 3 ആയിരിക്കും. നമുക്ക് നോക്കാം വാല്യൂസ് വെച്ചിട്ട്. ഇപ്പോൾ ആദ്യത്തെ മോഡിൽ ഇതാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ തന്നെ നമുക്ക് കാണുന്ന റിപ്പല്ലർ വോൾട്ടേജ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് 277 ആയിരുന്നു എനിക്ക് വന്ന റിപ്പല്ലർ വോൾട്ടേജ്. അതിനെ 0 ആയിട്ട് അസ്യൂം ചെയ്തു. അടുത്തത് ഞാൻ ഒന്നുകൂടി കുറച്ചപ്പോൾ -276 ആക്കി. അപ്പോൾ എനിക്ക് വന്ന വോൾട്ടേജ് 760 മില്ലി വോൾട്ട് ആയിരുന്നു. ഈ 760 ഞാൻ കേഴ്സർ വെച്ചിട്ട് മെഷർ ചെയ്ത വാല്യൂ ആണ്. എന്നിട്ട് അവിടുത്തെ ഫ്രീക്വൻസി ഞാൻ മെഷർ ചെയ്തു. വീണ്ടും റിപ്പല്ലർ വോൾട്ടേജ് കുറച്ചു, വോൾട്ടേജ് കണ്ടുപിടിച്ചു. ഇവിടെ നോക്കി, ഇവിടെ വോൾട്ടേജ് കുറഞ്ഞാണ് വരുന്നത്. അവിടുത്തെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഒന്നുകൂടി റിപ്പല്ലർ വോൾട്ടേജ് കുറച്ചു, ഇനിയും കുറഞ്ഞു, വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു. അങ്ങനെ 268 ആയിപ്പോൾ ആ സ്ക്വയർ വേവ് അവിടെ തീർന്നു, 0 ആയി. അങ്ങനെ ഈ മോഡ് അവസാനിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ഒരു 233 ആയിട്ട് പോലും എനിക്ക് 0 തന്നെയായിരുന്നു. 230 ആയപ്പോഴാണ് എനിക്ക് പുതിയൊരു സ്ക്വയർ വേവ് വന്നു തുടങ്ങി. അത് 272 മില്ലി വോൾട്ട് ആയിരുന്നു ആദ്യം. അതിൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടി റിപ്പല്ലർ വോൾട്ടേജ് കുറയ്ക്കുക, ഒന്നും കൂടി സ്ക്വയർ വേവ് കൂടി വന്നു. അങ്ങനെ വീണ്ടും കൂടി, എന്നിട്ട് പിന്നെ കുറഞ്ഞ് 0 ആയി. അങ്ങനെ മോഡ് 2 ഇവിടെ അവസാനിച്ചു. ഇനി അടുത്തത് മോഡ് 3 ആണ്. അപ്പോൾ 220-ൽ മോഡ് 2 അവസാനിച്ചു. പക്ഷേ ഒരു
202 ആയിട്ട് പോലും 0 തന്നെയാണ്. അങ്ങനെ -201 എനിക്ക് പുതിയൊരു സ്ക്വയർ വേവ് വന്നു തുടങ്ങി. 160 ആയിരുന്നു അതിൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യുക. പിന്നെ 200 അങ്ങനെ കുറഞ്ഞ് നമുക്ക് ആ സ്ക്വയർ വേവ് ഇല്ലാണ്ടാവും. അങ്ങനെ മോഡ് 3 കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മോഡ് 1 ഇവിടുത്തെ മാക്സിമം വോൾട്ടേജ് എത്രയാണ്? 760 ആണല്ലോ. ഈ 760യുടെ മുകളിലോട്ട് ബാക്കി ഒരൊറ്റ മോഡിൻ്റെയും മാക്സിമം വോൾട്ടേജ് എത്താൻ പാടില്ല. ഇവിടെ നോക്കി, ഇവിടെ 760 ആണ്, ഇവിടുത്തെ 536 ആണ്, ആൻഡ് ഇവിടുത്തെ 440 ആണ്. അപ്പോൾ ഈ രണ്ട് മോഡുകളും ഇതിനെക്കാട്ടും ചെറുതാണ്. ഈ മോഡ് ഇതിനെക്കാട്ടും വലുതാണ്, ബട്ട് ഇത് ചെറുതാണ്. അതായത് നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ ഗ്രാഫ് വരണം. മോഡ് 1 വലുതായിരിക്കണം, മോഡ് 2 ചെറുതായിരിക്കണം, മോഡ് 3 അതിലും ചെറുതായിരിക്കണം. ഓക്കെ, സോ പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ മോഡിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു വലിയ സ്ക്വയർ വേവ് ആയിരിക്കും, അത് കുറഞ്ഞാണ് 0 ആവുക. രണ്ടാമത്തെ മോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യിൽ നിന്ന് കൂടി പിന്നെ കുറഞ്ഞ് 0 ആവും. മൂന്നാമത്തെ മോഡിലും അങ്ങനെ തന്നെ, ആദ്യം കുറവിൽ നിന്ന് കൂടി മാക്സിമം എത്തി, അവിടുന്ന് വീണ്ടും കുറഞ്ഞ് 0 ആവും. ആകെപ്പാടെ ആദ്യത്തെ മോഡിൽ മാത്രമാണ് മുകളിൽ നിന്ന്, അതായത് ഏറ്റവും കൂടുതലിൽ നിന്ന് കുറഞ്ഞു വന്നത്. ബാക്കി എല്ലാതും 0ന്ന് തുടങ്ങി വലുതായി പിന്നെ ചെറുതായി 0 ആയതാണ്. ഓക്കെ, അത് മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഈ ഗ്രാഫ് വരയ്ക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വോൾട്ടേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൂടാ കുറയുക അങ്ങനെയാണ്. ഈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മോഡ് 1 കൂടുതലിൽ നിന്ന് കുറഞ്ഞു വന്നു. ഇനിയിപ്പോൾ മോഡ് 2 ആണെങ്കിൽ ഓക്കെ, ഇപ്പം ഇങ്ങനെ വിചാരിക്കുമല്ലോ മോഡ് 1 വലിയ ഫ്രീക്വൻസി ആയിരിക്കും ഇവിടെ കിട്ടേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ കുറവായിരിക്കണം കിട്ടേണ്ടത്, അങ്ങനെയൊന്നുമില്ല. ഓരോ മോഡിനും അതിൻ്റേതായ ഫ്രീക്വൻസീസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ കണ്ടിന്യൂവേഷനോ അല്ലെങ്കിൽ ഇതിനെക്കാട്ടും കുറവോ കൂടുതലോ ഒന്നുമല്ല മോഡ് 2 മോഡ് 2 ഇതിനനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ നോക്കിയേ, വോൾട്ടേജ് കുറവാണ്, അതിനേക്കാളും കൂടുതലാണ് ഇവിടെ, അതിനേക്കാളും കൂടുതലാണ് ഇവിടെ, എന്നാൽ അതിനേക്കാട്ടും കുറവാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ചിന്തിച്ചൂടെ, ഇത് ഇവിടെ ചെറിയ വോൾട്ടേജ് ആണെങ്കിൽ എന്നാൽ ഇവിടുത്തെ ഫ്രീക്വൻസി കുറവായിരിക്കും, ഇവിടുത്തെ ഇതിനേക്കാളും കൂടുതലാണ് വോൾട്ടേജ്, എന്നാൽ ഇവിടുത്തെ ഇവിടുത്തെ ഫ്രീക്വൻസി കൂടുതലാവണ്ടേ? അങ്ങനെ ഇരിക്കില്ല. എപ്പോഴും ഫ്രീക്വൻസി കൂടുതലിൽ നിന്ന് കുറവായിട്ടായിരിക്കും വരാം. ഈവൻ ദോ ദ വോൾട്ടേജ് നമ്മൾ ഡിക്രീസ് ആവാം ഇൻക്രീസ് ആവാം അങ്ങനെയാണെങ്കിലും ഫ്രീക്വൻസി കുറഞ്ഞേ വരുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും റീഡിങ്സ് കിട്ടുക, ആൻഡ് ഇങ്ങനെയായിരിക്കും ഗ്രാഫ് കിട്ടുക, ഇങ്ങനെയായിരിക്കും ഫ്രീക്വൻസി നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം.